എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു.ഡി.എഫ് കഴിഞ്ഞ 9 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നത്? 5 വർഷം കൂടുമ്പോൾ മാറ്റഭരണം എന്ന രീതിയെ മാറ്റിമറിച്ച് 2021 വീണ്ടും എൽ.ഡി.എഫ് സർക്കാർ തന്നെ കേരളത്തിൽ അധികാരത്തിലെത്തിയത് എന്തുകൊണ്ടാണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അടുത്ത തവണ യു.ഡി.എഫ് ഭരണത്തിൽ വരുമോ എന്നുള്ള കാര്യം യു.ഡി.എഫ് മുന്നണിക്കുള്ളിലെ ചില ഘടകകക്ഷികൾക്ക് ഉറപ്പില്ലാത്തത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടുന്നതിന് മുൻപ് ഈ ചെറിയ വീഡിയോ ഒന്ന് കാണാം. യു.ഡി.എഫ് ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ സംശയം, 300-400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300-400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. 400-500 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 500-600 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടിയുടെ. അങ്ങനെയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവർക്കും 80% ഡിസബിലിറ്റി ഉള്ളവർക്കും 400 ഉണ്ടായിരുന്നതിന് ഒറ്റയടിക്ക് 900 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 900-1100 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 1100-1200 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടി. ഇറങ്ങി പോകുമ്പോൾ അത് 1500 ആക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ? അത് ഈ 1200 വരെ കൊടുത്തതാണ്. 1500 ആയിട്ട് പ്രഖ്യാപിച്ചു. അത് അവസാനത്തെ ബഡ്ജറ്റ്. അതുപോലെ രേഖയുണ്ടോ കയ്യിൽ? ഞാനത് മുമ്പിപ്പം ഞാൻ 1200 ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വ്യാപകമായിട്ട് വലിയ തോതിൽ കളിയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്നേഹിതന്മാര്. എന്റെ കയ്യിലുള്ളത് 13/2/2024 എച്ച് സലാം MLA-ക്ക് KN ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട്. ഷാഫിക്ക് കാണാമല്ലോ. 75 വയസ്സിന് മുകളിൽ 1500, 75 വയസ്സ് വരെ 600, 80% അതിനു മുകളിൽ 1100. ഇതിനകത്തെ പേരിൽ പറയുന്നുണ്ട് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 1200. ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണിത്. രേഖ എടുക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി ഇതിന്റെ ഡീറ്റെയിൽ കിട്ടുമോ? LSGDയുടെ വെബ്സൈറ്റിൽ പെൻഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ LSGD വെബ്സൈറ്റിൽ ഇങ്ങനെ ഓരോ വർഷവും കൂട്ടിയതിന്റെ പെൻഷൻ ഹിസ്റ്ററി ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോഴും ആർക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നതിന്റെ മുമ്പ് എത്ര പേർക്ക് പെൻഷൻ കൊടുത്തിരുന്ന കേരളത്തിൽ? ഞാനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല കേട്ടോ. അതും ബാലഗോപാൽ അദ്ദേഹം തന്നെ പറയട്ടെ. അദ്ദേഹം എനിക്ക് തന്ന മറുപടിയുണ്ട് 8/6/2021. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്നു എന്നുള്ളതിന് ചെറിയ ഒരു ഉദാഹരണമാണ് ഈ കണ്ടത്. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് ജീവിച്ചിരുന്ന പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത്ര വലിയ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അത് നടന്നിട്ട്. ബുദ്ധിയും വിവേകവും ബോധവും ഉള്ള മനുഷ്യരാണ് കേരളീയർ എന്ന് പറയാറുണ്ട്. ആ ജനങ്ങൾക്കിടയിലേക്കാണ് ഇത്തരത്തിലുള്ള വലിയ നുണകൾ ഈ കോൺഗ്രസ് നേതാക്കൾ പടച്ചുവിടുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേമ പെൻഷന്റെ വിഷയം ഉയർന്നു വന്നിട്ടുള്ളത്. ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ഈ അടിച്ചുവിടുന്ന നുണകൾക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന M സ്വരാജ് തന്നെ അതിനുത്തരം കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നൽകിയിട്ടുണ്ട്. അതും കോൺഗ്രസ് നേതാവായ ബിന്ദു കൃഷ്ണയ്ക്ക്. ആ ഉത്തരമൊന്ന് കേൾക്കാം. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്. ഞാൻ കള്ളം, പച്ചക്കള്ളം, നുണ തുടങ്ങിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അടിസ്ഥാനരഹിതവുമാണ്. ആ ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ച് മാത്രം 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ എന്നെ ദയവായിട്ട് അനുവദിക്കണം. അതിൽ ഒരു കാര്യം എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾ ദയവായിട്ടൊന്ന് പരിശോധിക്കണം. ആ പ്രകടന പത്രികയിൽ വയോജന ക്ഷേമത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വയോജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കും എന്നായിരുന്നു. ഇപ്പൊ എത്രയാണ് പെൻഷൻ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനി ഈ പെൻഷനുകളുടെ ഒരു ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഞാൻ വളരെ വേഗം പറഞ്ഞു പോകാം. 980 കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി ആരംഭിച്ചത്. 45 രൂപയായിരുന്നു 80 നായനാർ ഗവൺമെന്റ്. അന്ന് ഞാൻ ഇത് പറയാൻ കാരണം, അന്ന് കോൺഗ്രസ് അതിനെതിരെ സമരം സംഘടിപ്പിച്ച പാർട്ടിയാണ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. കർഷക തൊഴിലാളിക്ക് പെൻഷനോ എന്ന് പുച്ഛിച്ചവരാണ്. അതിനെതിരെ കേരളം മുഴുവൻ സമരം നടത്തിയവരാണ് നിങ്ങൾ. 82 നിങ്ങളുടെ ഗവൺമെന്റ് വന്നു, 5 കൊല്ലം ഭരിച്ചു. നിങ്ങൾ വേണമെങ്കിൽ ഇതിനോട് യോജിപ്പുണ്ടെങ്കിൽ ഒരു 5 രൂപ കൂട്ടി 50 ആക്കായിരുന്നു. ഒരു പൈസ നിങ്ങൾ കൂട്ടിയിട്ടില്ല. പിന്നീട് വന്ന LDF ഗവൺമെന്റാണ് വീണ്ടും കൂട്ടിയത്. നിങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ ക്രമാനുഗതം ഇടതുപക്ഷ ഭരണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവസാനം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 300 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആദ്യം 400 ആയും പിന്നീട് 525 ആയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 525 ആയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പൊ പെൻഷൻ 1400 ആണേ. ഇനി അടുത്ത മാസം മുതൽ അത് 1500 ആകാൻ പോവുകയാണ്. അതാണ് പറഞ്ഞത്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഇതിലെ വെട്ടിക്കുറവിനെ കുറിച്ച് പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കരുത്, നമ്മൾ വസ്തുതാപരമായി തന്നെ സംസാരിച്ചു പോകണം. ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലെ അപാകതകളെ കുറിച്ച് C&AG റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു.
ഇരട്ട പെൻഷൻ വാങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ കുറെ പേരുടെ പെൻഷൻ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് തോന്നുക. UDF ഗവൺമെന്റിന്റെ കാലത്ത് 2016 നിങ്ങൾ അധികാരം ഒഴിയുമ്പോൾ പെൻഷൻ അർഹതയുണ്ടായിരുന്നവർ 33.99 ലക്ഷം പേരാണ്. 34 എന്ന് റൗണ്ട് ചെയ്തോളൂ. ഇപ്പോ ഈ നവംബർ മാസത്തിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ പെൻഷന് അർഹരായിട്ടുള്ളവരുടെ എണ്ണം 60.31 ലക്ഷമാണ്. അപ്പൊ ആളുകൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഇനി നിങ്ങൾ 2016 അല്ല ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, കൺഫ്യൂഷൻ അങ്ങ് തീർത്തു പോവാൻ എനിക്ക് ഈ സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. 2016 ഇവർ അധികാരം ഒഴിയുമ്പോൾ പ്രതിമാസം ക്ഷേമ പെൻഷന് വേണ്ടി ആകെ ഖജനാവിൽ നിന്ന് ചെലവായിരുന്ന തുക 272 കോടിയാണ് ഒരു മാസം. എന്നാൽ ഇപ്പോ 2020 പ്രതിമാസ പെൻഷന് വേണ്ടി ചെലവാകുന്ന തുക 710 കോടിയാണ്. ഇതാണ് വ്യത്യാസം. നിങ്ങൾ 272, ഇപ്പോ 710 കോടി. UDF ഗവൺമെന്റിന്റെ 5 കൊല്ലം നിങ്ങൾ ആകെ ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്തിരുന്നത് തുക ആകെ കൂട്ടിയാൽ 9,311 കോടിയാണ്. ഞങ്ങൾ ഈ 4.5 കൊല്ലത്തിനിടയിൽ വിതരണം ചെയ്ത തുക 30,515 കോടിയാണ്. പിന്നെ നിങ്ങൾ അവസാനം 18 മാസം വരെ കുടിശ്ശികയാക്കി വെച്ചിട്ടാണ് നിങ്ങൾ പോയത്. ആ കുടിശ്ശിക കൊടുത്തു തീർത്തത് LDFന്റെ ഗവൺമെന്റാണ്. അത് 1,473 കോടി രൂപ വരുമായിരുന്നു. നയാ പൈസ കൊടുത്തിട്ടില്ല അവസാനത്തെ 18 മാസം. ഇതെല്ലാമാണ് ക്ഷേമ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ നമ്മുടെ മുൻപിലുള്ള കണക്ക്. ഇത് ജനങ്ങളുടെ മുൻപാകെയുണ്ട്. ദയവായിട്ട് തെറ്റിദ്ധരിപ്പിക്കരുത്, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയും ചെയ്യരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വളരെ പറയട്ടെ ആ മാതിരി ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ രേഖകൾ ഞാനിവിടെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ ആധികാരികമായ രേഖ അവതാരകന് നൽകും. നിങ്ങളും തെളിയിക്കുന്ന രേഖ നൽകേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടരുത്. അതുകൂടി പറയട്ടെ ഇടയ്ക്ക് കയറി അങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ. കഴിഞ്ഞ ഒരു ചർച്ചയിൽ അങ്ങയുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്ന വലിയൊരു മുതിർന്ന നേതാവ് ഇതേ അവതാരകനോട് ഇപ്പൊ തരാന്നൊക്കെ പറഞ്ഞ ചില കാര്യം പറഞ്ഞിട്ട് അവസാനം തടിയൂരി രക്ഷപ്പെട്ട് ഓടിയതാണ് ഈ ചാനലിത്. ഞാൻ അവതാരകനോട് ഈ സമയം എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. ഞാൻ അവതാരകനോട് ചോദിക്കുന്നു, ആ ചിത്രം അങ്ങേക്ക് കിട്ടിയിരുന്നോ? അദ്ദേഹം എന്നെ വെല്ലുവിളിച്ച ചിത്രം പിന്നെ അതൊരു ചർച്ചയായില്ലല്ലോ. വെറുതെ ഓക്കെ വേണ്ട ശരി ഞാനത് ഉന്നയിക്കുന്നില്ല. ഞാൻ പറയുന്നത് വെറുതെ എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. ആധികാരികമായി ഒരു കാര്യം പറയുമ്പോൾ കള്ളമൊന്നും ആക്ഷേപിക്കരുത്. നിങ്ങൾ അടിസ്ഥാനരഹിതം പറഞ്ഞപ്പോൾ പോലും ഞാൻ കള്ളം ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞത് ഔദ്യോഗികമായ രേഖയാണ്, കണക്കാണ്. അതിന്റെ തെളിവുകൾ വേണമെന്ന് കോൺഗ്രസ് പ്രതിനിധി ആവശ്യപ്പെട്ട ഞാൻ തെളിവ് അവതാരകനും തരാം. കോൺഗ്രസ് പ്രതിനിധിക്ക് വേണമെങ്കിൽ അതിന്റെ ആധികാരികമായ വിവരം അവർക്കും ഞാൻ കൊടുക്കാം. അവസാനമായി ഒരു ചോദ്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വന്തമായി വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നു? എന്തുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ പോലും അവർ ഈ വിഷയം അത്ര ആധികാരികമായി പറയുന്നില്ല? അതിനുത്തരം സിമ്പിളാണ്. വല്ല ചാനലിനും ചെന്നിരുന്നു പറഞ്ഞാൽ വിവരവും ബോധവും ഉള്ളവർ തിരിച്ചു ചോദിച്ചാൽ അതോടുകൂടി തീർന്നു കിട്ടും ഇവരുടെ ക്രെഡിബിലിറ്റി. ഈ രീതി വച്ചുകൊണ്ടാണ് VD സതീശൻ നയിക്കുന്ന ഈ പാർട്ടി UDFനെയും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ല. അതിനു മറുപടി ജനങ്ങൾ തന്നെ പറയും അടുത്ത തെരഞ്ഞെടുപ്പിൽ.